നമ്മൾ അമേരിക്കൻ ഫ്ലാഗ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ഒരു ലീഗ് മാച്ചാണ്. അത് ദേശീയ തലത്തിലുള്ളതാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും വരുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യമായാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്നത്. നമ്മുടെ ഈ അമേരിക്കയിൽ ആരംഭിച്ചാണ് ഈ സംഘകായിക ഇനമാണ് അമേരിക്ക ഫ്ലാഗ് ഫുട്ബോൾ. ഈ കളിയിൽ പന്ത് കൈവശമുള്ള കളിക്കാരനെ തള്ളുകയോ പിടിച്ചിടുകയോ ചെയ്യുന്നതിന് പകരം അരയിൽ കെട്ടിയിരിക്കുന്ന കൊടി അത് വലിച്ചെടുക്കുന്നു. അപ്പോൾ ഈ തൊഴി ഒഴിവാകുന്നുണ്ട്. അതിൻ്റെ നമ്മൾ ഇടിക്കുന്ന ആ ഒരു വശം ഒഴിവാകുന്നതുകൊണ്ടാണ് ഒളിമ്പിക്സിൽ ഇത്തവണത്തെ 2028 ഒളിമ്പിക്സിൽ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തിന് അഭിമാനിക്കാൻ വേണ്ടി ആദ്യമായി ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും എല്ലാ പ്ലെയേഴ്സും ലീഗ് കളിക്കുന്ന എല്ലാ പ്ലെയേഴ്സും ഉൾപ്പെടുത്തി GV രാജയിൽ നടത്തുന്നുണ്ട്. വരുന്ന 27, 28 തീയതികളിലാണ്. മനീഷ് മാത്യു നമ്മുടെ പാറ്റേണാണ്. മനീഷ് തോമസ്, അദ്ദേഹം രാമേന്ദ്ര സാറ്, ക്ലീറ്റസ് സാറ് സ്പോർട്സിൻ്റെ. ഇത് നമ്മുടെ സംഘടനയുടെ സെക്രട്ടറി തുളസി. നമ്മൾ ഇവിടെ നടത്തുന്നതിൻ്റെ വശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നും USA നിന്ന് 12ഓളം പ്ലെയേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ചരിത്രത്തിലാദ്യമായിട്ട് ഇങ്ങനെ ഒരു റഗ്ബിയെ പോലെ അതിൽ നിന്നും ആദ്യം സ്റ്റാർട്ടിങ് ഇതായിരുന്നു അമേരിക്കൻ ഫ്ലാഗ് ഫുട്ബോൾ. അതിനുശേഷമാണ് റഗ്ബി എന്ന് ഉടലെടുത്തത്. അപ്പോൾ അതിൻ്റെ ഒന്നാം സമ്മാനം എന്ന് പറയുന്ന പ്ലെയേഴ്സിന് ഒന്നാം സമ്മാനം 50,000. അത് പുരുഷ വിഭാഗത്തിനുണ്ട്, വനിതാ വിഭാഗത്തിനുണ്ട്. രണ്ടാം സമ്മാനം 25,000. അത് രണ്ടും അതുപോലെ തന്നെ മൂന്നാം സമ്മാനവും ക്യാഷ് പ്രൈസ്. പിന്നെ ഇത്തവണത്തെ ഒളിമ്പിക്സിൽ ആയതുകൊണ്ട് നമുക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് ആദ്യമായി നടത്തുന്ന ഒരു ഗെയിം ആയതുകൊണ്ടും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ലീഗിൽ കളിക്കുന്ന പലരെയും നമുക്ക് ഒളിമ്പിക്സിലോട്ട് വിടാനുള്ള ഒരു അവസരവും കൂടിയാണ് ഇത് നമുക്ക് തരുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് ഞാൻ ഈ ഫ്ലാഗ് ഫുട്ബോൾ ഒരു വേൾഡ് കപ്പ് പ്ലെയർ കൂടിയാണ്. നമ്മളിപ്പോഴുള്ള കുറച്ച് കായിക താരങ്ങൾ ഇങ്ങനെയുള്ള വലിയ ഗെയിം, അതായത് 28 ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ ഗെയിമാണ്. അപ്പോൾ അത് ഇന്നും കേരളത്തിൽ പല ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് അറിയില്ല. അപ്പം അത് അറിയാത്തത് തന്നെ കാരണം മീഡിയ സപ്പോർട്ട് കുറവാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് മാക്സിമം ജനങ്ങളിൽ എത്തുന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും നമുക്ക് അത്യാവശ്യമാണ്. എങ്കിലും നമുക്ക് നാളത്തെ ഒരു തലമുറ, അതായത് 36 ഒളിമ്പിക്സ് ഇന്ത്യയിൽ വെച്ച് നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അതും മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ആ 36 ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടക്കുമെങ്കിൽ കേരളത്തിൽ നിന്ന് ആ ഇന്ത്യൻ ടീമിൽ ഒരു 4 പ്ലേയേഴ്സെങ്കിലും, 2 ഗേൾസ് 2 ബോയ്സ്, അങ്ങനെ 4 പ്ലേയേഴ്സെങ്കിലും ഉണ്ടാവണം എന്നുള്ള ഒറ്റ വാശിയോട് കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്.